350 സീറ്റ് എൻ ഡി എക്ക്, ഏറ്റവും കൂടിയത് 401 സീറ്റ്. ഈ റേഞ്ചിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും അടുത്ത്, അതായത് യഥാർത്ഥ കണക്കിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കണക്ക് പ്രവചിച്ചതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. ആ സർവേയിൽ പറയുന്നു ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് 401 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന്. 400 സീറ്റ് എന്നതാണ് എൻ ഡി എയുടെ അവകാശവാദം. ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതായിരിക്കും ഫലമെങ്കിൽ അത് വ്യക്തതയുള്ള ഒരു മോദി തരംഗത്തിന്റെ ലക്ഷണമല്ലേ? ഗോപീഷൻ, ഇതിൽ കാണേണ്ടത് സെഫോളജി ഒരു ശാസ്ത്രശാഖയല്ല. സ്വാഭാവികമായും സെഫോളജി ഉപയോഗിച്ച് വരുന്ന പ്രഡിക്ഷൻസുകൾക്ക് ശാസ്ത്രീയ അടിത്തറ ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അത് സാമ്പിളുകൾ എടുക്കുന്നതെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്ന പഠന വിധേയമാക്കപ്പെടുന്ന വിഷയങ്ങളിൽ അപകടം പതിയിരിക്കുന്നത് സാമ്പിളുകൾ എടുക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്ത്രീകളുടെ കണക്കുകളോ അല്ലെങ്കിൽ പുതിയ വോട്ടർമാരുടെ കണക്കുകളോ ഒന്നും അങ്ങനെ തന്നെ കൃത്യമായി ലഭിക്കാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ത്യ ടുഡേ അടക്കമുള്ള മൈ ആക്സിസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവചനങ്ങൾ ശരിയാകാതിരിക്കുന്നത്. നമ്മുടെ മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2004 അടൽ ബിഹാരി വാജ്പേയി വീണ്ടും അധികാരത്തിലെത്തും എന്ന് പ്രവചിച്ചവരാണ് ഇത്തരം എക്സിറ്റ് പോൾ ഫലദാതാക്കൾ. പക്ഷേ നമ്മുടെ അനുഭവം മറിച്ചായിരുന്നു. 2014 ഇതേ സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. 2017 ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇത്തരത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. 2024 എക്സിറ്റ് പോൾ ഫലത്തിൽ ഛത്തീസ്ഗഡിന്റെ കാര്യം ശരിയാണ്. അത് മാറ്റി നിർത്തി പൊതു തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പറഞ്ഞാൽ 2283 ആയിരുന്നു അന്ന് പ്രവചിച്ചിരുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. എൻ ഡി എക്ക് 336 ആണ്. അതായത് എൻ ഡി എയുടെ ഒരു തിരിച്ചുവരവ് പ്രവചിക്കപ്പെട്ടതായിരുന്നു 2014 ഫലവും 2019 ഫലവും ഒക്കെ ഏതാണ്ട് ഇതിനോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു. 2004 താങ്കൾ പറഞ്ഞത് ശരിയാണ്. മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പാടെ തെറ്റുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനിങ്ങിൽ വാജ്പേയി സർക്കാരിന് തുടർഭരണം ഉണ്ടാകും എന്ന പ്രവചനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പിഴച്ചുപോയി, ശരിയാണ്. പക്ഷേ ബാക്കി പൊതുവിലെ അനുഭവങ്ങൾ ഈ നമുക്കൊരു കണ്ണാടിയെ പോലെ ആശ്രയിക്കാൻ കഴിയുന്ന ഒന്ന് എന്ന നിലയിലായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു പൊതു വിലയിരുത്തൽ ഇക്കാര്യത്തിൽ കാര്യം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഒരു എക്സിറ്റ് പോൾ ഫലം വന്നിരുന്നു. ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി തൂത്തുവരികയായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ മുന്നിൽ തെറ്റായി പോയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രകടമായൊരു ഉദാഹരണം നമ്മുടെ പശ്ചാത്തലത്തിൽ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ കേരളത്തിൽ 3 സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കാം എന്ന പ്രവചനമാണ് ഉണ്ടായിട്ടുള്ളത്. ബി ജെ പി ക്യാമ്പുകളിൽ പോലും ആത്മവിശ്വാസമില്ലാത്തതും ആയിട്ടുള്ള ഒരു പ്രവചനമായി. ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മത്സരം. അതെ, കേരളത്തിൽ അസ്വാഭാവികമായിട്ടുള്ള 2% എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം, എൻ ഡി എ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം 2% മാറുന്നു എന്ന് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാനോ. അങ്ങനെ ആവണമായിരുന്നു എങ്കിൽ 45% വരുന്ന കേരളത്തിലെ മുസ്ലിം, ക്രിസ്ത്യൻ, അതുപോലെ മറ്റ് പിന്നോക്ക സമുദായങ്ങളുള്ളതാണ് കേരളത്തിലെ അനൗദ്യോഗിക കണക്കാണ്. അപ്പോൾ 55% ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ബി ജെ പിക്ക് വോട്ട് മുഴുവൻ ലഭിച്ചാൽ മാത്രമേ ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാനാവൂ. എന്തായാലും നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊരു തരത്തിലും കരുതാനാവില്ല. അപ്പോൾ സ്വാഭാവികമായി ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നത് 2 സീറ്റ് അവർ മത്സരിക്കുന്നത് ജയിക്കും എന്ന് പറയുന്നിടത്ത് 3 സീറ്റ് എന്നുള്ള പ്രവചനം വരുമ്പോൾ തന്നെ 3% അത് തെറ്റായി പോയിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താനാവും. അതുതന്നെയാണ് ഇന്ത്യ ഒട്ടാകെയുള്ള സ്ഥിതി. ഇന്ത്യ ഒട്ടാകെ ഇതേ സ്ഥിതിയിലായിരിക്കില്ല. എനിക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ ഒരു ഹങ് പാർലമെൻറ്റിനുള്ള സാധ്യതയാണ് വരാനുള്ളത്. ആ സ്വാഭാവികമായ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുന്നതിന് എൻ ഡി എക്കും ബി ജെ പിക്കും ഉള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ ഒരു പക്ഷേ ബി ജെ പി മുന്നണിക്ക് ഭരണം തുടർച്ച ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണുള്ളത്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് ഇന്ത്യ ഒട്ടാകെ നാം കണ്ടിട്ടുള്ളതാണ്.
കാരണം ഈ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ചുള്ളത് പോലും തെറ്റാണ്. കാരണം ഞാൻ ഡൽഹിയിൽ നേരിട്ട് അവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഡൽഹിയിൽ ഒരു വലിയ മാറ്റം NDAക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രവചിക്കുന്നത് 6 സീറ്റോളം ദില്ലിയിൽ NDA മുന്നണിക്ക് കിട്ടും എന്ന് പറയുന്നത് മാത്രമല്ല ഒരു സീറ്റ് തന്നെ ഒരു സാധ്യതയായിട്ടാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് തന്നെ ഒരു സാധ്യതയായിട്ടാണ് ഡൽഹിയിൽ പറയുന്നത്. മാത്രമല്ല അഡ്വക്കേറ്റ് BN അസ്കർ, ഈ എക്സിറ്റ് പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോയ ശേഷം താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് ഒരു ഹങ് പാർലമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ വരാൻ പോകുന്നു, മന്ത്രിസഭ വരാൻ പോകുന്നു, സർക്കാർ വരാൻ പോകുന്നു. അവിടെ അതൊരു BJPയുടെ സർക്കാർ തന്നെ രൂപീകരിക്കും. പക്ഷേ ഒരു ഒറ്റക്കക്ഷിയായി BJPക്ക് ഒരു കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയില്ല എന്ന പ്രതീക്ഷയാണ് താങ്കൾക്ക് ഇപ്പോഴും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.